കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 കമ്പോണൻറ്റ് സിസ്റ്റത്തിൻ്റെയൊക്കെ ഫേസ് ഡയഗ്രം പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിലും നമ്മളൊരു 2 കമ്പോണൻറ്റ് സിസ്റ്റം തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ദ ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട്സ് വിത്ത് കോൺഗ്രുവൻറ്റ് മെൽറ്റിംഗ് പോയിൻറ്റ്. അതായത് നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ട്സ്, നമ്മൾ 2 കോമ്പൗണ്ട്സ് എടുക്കുമല്ലോ, സോളിഡ് എ സോളിഡ് ബി എന്ന് പറഞ്ഞ് 2 കോമ്പൗണ്ട്സ് എടുക്കും അല്ലേ. ഈ കോമ്പൗണ്ട്സ് കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു പുതിയ കോമ്പൗണ്ട് ഫോം ചെയ്യുകയും എന്നാൽ ആ കോമ്പൗണ്ടിന് എന്താണ്, ഒരു കോൺഗ്രുവൻറ്റ് മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള കോമ്പൗണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കോൺഗ്രുവൻറ്റ് മെൽറ്റിംഗ് പോയിൻ്റ് എന്നൊക്കെ പറയാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ബൈനറി സിസ്റ്റത്തിൽ, അതായത് 2 കമ്പോണൻറ്റ് വരുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ ബൈനറി സിസ്റ്റംസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ 2 കമ്പോണൻറ്റ് സിസ്റ്റത്തിൽ ഒന്നിൽ കൂടുതലോ സ്റ്റേജസിൽ എന്ത് സംഭവിക്കും? ഒരു സ്റ്റേബിൾ സോളിഡ് കോമ്പൗണ്ട് ഇവർ തമ്മിൽ മിക്സ് ചെയ്തിട്ട് ഫോം ചെയ്യും. ഓക്കെ, ആൻഡ് ദേ വിൽ ഹാവ് എ കോൺഗ്രുവൻറ്റ് മെൽറ്റിംഗ് പോയിൻറ്റ്. ഓക്കെ, അപ്പം അവർക്ക് എന്തുണ്ടാകും? ഒരു കോൺഗ്രുവൻറ്റ് മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ടാകും. അപ്പോൾ എന്താണ് ഈ കോൺഗ്രുവൻറ്റ് മെൽറ്റിംഗ് പോയിൻറ്റ്? കോൺഗ്രുവൻറ്റ് മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും? ഈ കോമ്പൗണ്ട് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതായത് നമ്മുടെ സോളിഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും? മെൽറ്റ് ചെയ്തിട്ട് അതൊരു ലിക്വിഡായി മാറും. ഓക്കെ, ഈ ലിക്വിഡായി മാറിയ ഈ കോമ്പൗണ്ടിന് എന്തുണ്ടാകും? അതായത് സോളിഡ് ഫോമിൽ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്ന അതിൻ്റെ അതേ കോമ്പോസിഷൻ തന്നെ അതിൻ്റെ ലിക്വിഡ് ഫോമിലേക്ക് മാറിക്കഴിയുമ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു കോമ്പൗണ്ടിനെ, അല്ലെങ്കിൽ അങ്ങനെ ഫോം ചെയ്ത ഒരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺഗ്രുവൻറ്റ് മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള കോമ്പൗണ്ട്, അല്ലെങ്കിൽ ദാറ്റ് കോമ്പൗണ്ട് ഹാസ് എ കോൺഗ്രുവൻറ്റ് മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് നമുക്ക് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ എ കോമ്പൗണ്ട് വിച്ച് മെൽറ്റ്സ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ to yield a liquid having the same composition as its solid form. ഓക്കെ, അതിപ്പോൾ എന്താ പറഞ്ഞത്? നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഈ സോളിഡ് കോമ്പൗണ്ട് എന്ത് ചെയ്യാണ്? ലിക്വിഡ് കോമ്പൗണ്ടിലേക്ക് മെൽറ്റ് ചെയ്യുകയും എന്നാൽ ഈ ലിക്വിഡ് കോമ്പൗണ്ടിന് സെയിം കോമ്പോസിഷൻ അല്ലേ, സോളിഡ് ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ കോമ്പോസിഷൻ തന്നെ ആയിരിക്കും എന്തുണ്ടാവുക? ഫോം ചെയ്ത് ലിക്വിഡ് കോമ്പൗണ്ടിനും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അതിന് എന്തുണ്ടാവും എന്ന് നമുക്ക് പറയാം? കോൺഗ്രുവൻറ്റ് മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ടാവും എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നതാണ് ഒരു കണ്ടൻസ്ഡ് സിസ്റ്റം. അതായത് 2 കമ്പോണൻറ്റ്സ് എന്ത് ചെയ്യാണ്? കോൺഗ്രുവൻറ്റ് മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ ഫേസ് ഡയഗ്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, നമ്മൾ 2 ഡയമെൻഷനിലാണ് ഗ്രാഫ് വരച്ചിരിക്കുന്നത് അല്ലേ. ഇവിടെ നമ്മൾ പ്രഷറിനെ കോൺസ്റ്റൻ്റ് ആക്കി എടുത്തിരിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ റീസൺസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് 3 ഡയമെൻഷണൽ സ്ട്രക്ചർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊന്നും പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ഫാക്ടറിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ബാക്കി 2 ഫാക്ടർ വെച്ചിട്ടായിരിക്കും നമ്മൾ ഫേസ് ഡയഗ്രം വരയ്ക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പ്രഷറിനെയാണ് കോൺസ്റ്റൻ്റ് ആക്കുന്നത്, ബാക്കി നമ്മൾ ടെമ്പറേച്ചർ വേഴ്സസ് മോളാർ കോമ്പോസിഷൻ്റെ ആക്സിസിലായിരിക്കും നമ്മൾ ഫേസ് ഡയഗ്രം കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് സോളിഡ് കോമ്പൗണ്ട്, ഒരു സോളിഡ് കോമ്പൗണ്ടാണ് എ എന്ന് പറയുന്ന ഒരു സോളിഡ് കോമ്പൗണ്ടും ബി എന്ന് പറയുന്ന രണ്ടാമത്തെ സോളിഡ് കോമ്പൗണ്ട്. ഓക്കെ, അപ്പം എ ബി എന്ന് പറയുന്നത് എന്താണ്? ഈ 2 സോളിഡ് കോമ്പൗണ്ട്സിൻ്റെ ഫ്രീസിങ് പോയിൻറ്റുകളാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് എന്തായിരിക്കും? അതായത് ഫസ്റ്റ് നമ്മൾ സോളിഡ് എ മാത്രമേ എടുക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ അതിനെ നമ്മളൊരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് മെൽറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ ഫ്രീസിങ് പോയിൻറ്റ് ഡിക്രീസ് ചെയ്യും അല്ലേ. അതാണ് ഈ കർവ് എന്ന് പറയുന്നത്, എ സി എന്ന് പറയുന്ന കർവ്. അതേപോലെ തന്നെ ബി ഈ കർവ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ നമ്മൾ രണ്ടാമത്തെ സോളിഡ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഈ രണ്ടാമത്തെ സോളിഡ് ബി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അല്ലേ, അതായത് നമ്മൾ ഈ മോളാർ കോമ്പോസിഷൻ്റെ ഗ്രാഫിൽ ഇങ്ങോട്ട് നീങ്ങുന്നവർ എന്ത് സംഭവിക്കുകയാണ്? ഇവിടെ തുടക്കത്തിൽ 100% മാത്രമായിരുന്നു, 100% എ മാത്രമായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുകയാണ്? നമ്മൾ ബി കൂടി ആഡ് ചെയ്യുമ്പം എയിൻ്റെ മെൽറ്റിംഗ് പോയിന്റിൽ നിന്ന് എന്ത് സംഭവിക്കും? അതിനൊരു ഡിക്രീസ് സംഭവിക്കും. ഓക്കെ, ബി ആഡ് ചെയ്യും തോറും. ഓക്കെ, അറ്റ് ദ എൻഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? കംപ്ലീറ്റ് എനെ എല്ലാം എന്ത് ചെയ്യും? ബി റീപ്ലേസ് ചെയ്യും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഫൈനലായിട്ട് ബീൻ്റെ ഫ്രീസിങ് പോയിൻറ്റ് വീണ്ടും ഇൻക്രീസ് ചെയ്ത് ബിയുടെ മാത്രം ഫ്രീസിങ് പോയിൻറ്റ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എ ബി എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് എൻ്റെയും സോളിഡ് ബീൻ്റെയും ഫ്രീസിങ് പോയിൻറ്റ്സ് ആണ്. അതേപോലെ കർവ് എ സി എന്ന് പറയുന്നത് എന്താണ്? ഫ്രീസിങ് പോയിൻ്റ് ഓഫ് ദ കമ്പോണൻറ്റ് എ അല്ലേ. എ എന്ന് പറയുന്ന കമ്പോണൻറ്റ്, അതായത് എയിലേക്ക് നമ്മൾ ബി എന്ന് പറയുന്ന കമ്പോണൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ എയിൻ്റെ ഫ്രീസിങ് പോയിൻ്റാണ് ഡിക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എ സി എന്ന് പറയുന്നത് എന്താണ്? ഫ്രീസിങ് പോയിൻറ്റ് കർവ് അല്ലെങ്കിൽ ഫ്രീസിങ് പോയിൻറ്റ് കർവ് ഓഫ് കമ്പോണൻറ്റ് എ എന്ന് നമുക്ക് പറയാം.
ഓക്കെ. അതേപോലെ ബി ഇ എന്ന് പറയുന്നത് എന്താണ്? ഫ്രീസിങ് പോയിൻ്റ് കർവ് ഓഫ് ബി കമ്പോണൻറ്റ്. ഓക്കെ. അതേപോലെ ഇതിന് ഇടയ്ക്കൊരു കർവും കൂടെ ഉണ്ട് അല്ലേ? ഈ ഇടയ്ക്കുള്ള കർവ് എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? അതായത് സോളിഡ് എയിലേക്ക് നമ്മൾ സോളിഡ് ബി ആഡ് ചെയ്ത് കൊടുക്കുമ്പം ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? സോളിഡ് എ ബി എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടും കൂടി ഫോം ചെയ്യും. ഓക്കെ. അപ്പോൾ അതിൻ്റെയും കൂടി കർവിനെയാണ്, ഫ്രീസിങ് കർവിനെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം കർവ് എ സി, അതേപോലെ തന്നെ കർവ് ബി സി, അതേപോലെ തന്നെ കർവ് സി ഡി ഇ. ഓക്കെ. ഇതെന്തിനൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? കോമ്പോണൻറ്റ് എയിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് കർവ്, അതേപോലെ തന്നെ കോമ്പൗണ്ട് ബിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് കർവ്, അതേപോലെ തന്നെ കോമ്പൗണ്ട് എ ബിയുടെ ഫ്രീസിങ് പോയിൻ്റ് കർവ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ കാണിച്ചിരിക്കുന്നത്? അതായത് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ബിറ്റ്വീൻ ദ സോളിഡ് ഫേസ് ആൻഡ് ദി ഹോമോജീനിയസ് ലിക്വിഡ് ഫേസ് ആണ് കാണിക്കുന്നത്. ഓക്കെ. ഞാനിവിടെ ലിക്വിഡ് റെപ്രസെൻ്റ് ചെയ്യാൻ മറന്നുപോയി. ഈ പോർഷനിൽ എന്താണ്? ലിക്വിഡാണ്. ഓക്കെ. അപ്പം സോളിഡിൻ്റെയും സോളിഡ് ഫേസിൻ്റെയും ലിക്വിഡ് ഹോമോജീനിയസ് ആയിട്ടുള്ള ലിക്വിഡ് ഫേസിൻ്റെയും തമ്മിലുള്ള ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്, ഈ കർവുകളെല്ലാം തന്നെ കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി ഈ കർവിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതായത് ടു ഫേസ് ഇക്വിലിബ്രിയ വിത്ത് 1 ഡിഗ്രി ഫ്രീഡം ആണ് ഇവിടെ കാണിക്കുന്നത്. അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ റെഡ്യൂസ്ഡ് ഫോം ഓഫ് ഫേസ് റൂൾ വെച്ചിട്ട് അല്ലേ? അപ്പോൾ എന്താ? എഫ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 1 ആണ്. അപ്പം എന്താണ്? നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമ്മുടെ സിസ്റ്റം എത്ര കമ്പോണൻറ്റ് സിസ്റ്റമാണ്? 2 ആണ്. ഇവിടെ ഫേസ് ഏതൊക്കെ ഫേസ് തമ്മിലാണ്? ഒരു സോളിഡ് ഫേസും ഒരു ഹോമോജീനിയസ് ലിക്വിഡ് ഫേസും തമ്മിലുള്ള ഇക്വിലിബ്രിയം അല്ലേ ഈ കർവുകളെല്ലാം കാണിക്കുന്നത്. അപ്പോൾ 2 ഫേസ് ഉണ്ട് അല്ലേ? അപ്പോൾ 2 + 1. ഇവിടെ നമ്മൾ റെഡ്യൂസ്ഡ് ഫേസ് റൂളാണ് എടുക്കുന്നത്, കാരണം നമ്മളിവിടെ പ്രഷറിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആൻസർ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഈ 2 ഫേസ് ഇക്വിലിബ്രിയ കർവുകൾ എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? 1 ഡിഗ്രി ഫ്രീഡത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ ഫേസ് റൂൾ. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ 3 കർവുകൾക്കും മുകളിലായിട്ടുള്ള ഈ പോർഷൻ, അതായത് നമ്മുടെ ഹോമോജീനിയസ് ലിക്വിഡ് മിക്സ്ചർ ഓഫ് എ ബി റെപ്രസെൻ്റ് ചെയ്യുന്നിരിക്കുന്ന ഈ പോർഷനാണ് നമുക്ക് കാണാനുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? സിസ്റ്റം ബൈവേരിയൻ്റ് ആയിരിക്കും. അപ്പോൾ സിസ്റ്റം ബൈവേരിയൻ്റ് ആണെന്ന് പറയുന്നത് എങ്ങനെയാണ്? അതും നമ്മൾ റെഡ്യൂസ്ഡ് ഫേസ് റൂൾ ഉപയോഗിച്ച് തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. എഫ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 1 ആണ്. അതിലേക്ക് നമ്മുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 മൈനസ് പി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമ്മൾ ഫസ്റ്റ് ഒരു ഫേസിനെ മാത്രമാണ് സ്റ്റഡി ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവിടെ ഫേസ് എന്ന് പറയുന്നത് 1 ആണ്, പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ഇവിടെ എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? സിസ്റ്റം, അതായത് ഈ പോർഷനിൽ സിസ്റ്റം ബൈവേരിയൻ്റ് ആണെന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ. നമുക്ക് ഇനി നോക്കാനുള്ളത് ഏരിയ ഇമീഡിയറ്റ്ലി ബിലോ ദ കർവ്സ്. ഓക്കെ. അപ്പോൾ ബിലോ ദ കർവ് എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും? ഈ പോർഷനുകൾ. ബിലോ ദ കർവ് എന്ന് പറയുമ്പോൾ കർവിൻ്റെ താഴ്ഭാഗത്താണ് അല്ലേ? അതായത് ഫൈനൽ പോർഷനുള്ള കർവിൻ്റെ താഴ്ഭാഗത്ത്. ഓക്കെ. കർവിൻ്റെ താഴ്ഭാഗത്ത് ഇപ്പോൾ എന്താ കാണിക്കുന്നത്? അതായത് ഒരു സോളിഡ് ഫേസും ഒരു ലിക്വിഡ് ഫേസും കൂടി കൺസിസ്റ്റ് ചെയ്യുന്ന പോർഷനാണ് എന്ത്? ഈ കർവിൻ്റെ താഴ്ഭാഗങ്ങളെല്ലാം അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? സിസ്റ്റം മോണോവേരിയൻ്റ് ആണ്. അതും നമുക്ക് ഫേസ് റൂൾ അപ്ലൈ ചെയ്തിട്ട് തന്നെ കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഈ സോളിഡും ലിക്വിഡും വന്നത്? അതായത് നമ്മൾ തുടക്കത്തിൽ എടുക്കുന്ന ഒരു സോളിഡ് കോമ്പോണൻ്റ് ആയിട്ടുള്ള എ കമ്പോണൻ്റ് ആണ് അല്ലേ? അതിലേക്ക് നമ്മൾ ബി കമ്പോണൻറ്റ് പയ്യെ അതായത് ഇവിടെ കണ്ടില്ലേ 100% എ ആണ് അല്ലേ? അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ബി കമ്പോണൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബി കമ്പോണൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ എയുടെ ഫ്രീസിങ് പോയിൻറ്റ് കുറയാൻ തുടങ്ങും. അപ്പോൾ കുറയാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സോളിഡ് ആയിട്ടുള്ള എ കുറേശ്ശെ മെൽറ്റ് ചെയ്ത് ഒരു ലിക്വിഡായിട്ട് മാറാൻ തുടങ്ങും അല്ലേ? എന്നാൽ കംപ്ലീറ്റ്ലി ലിക്വിഡ് ആയിട്ടുമില്ല. അപ്പം കുറച്ച് സോളിഡും കുറച്ച് ലിക്വിഡും ഉണ്ട്. അപ്പോൾ അതാണ് ഈ കർവിൻ്റെ താഴ്ഭാഗത്ത് ഇത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഒരു പെർട്ടിക്കുലർ പോയിന്റ് സിയിലെത്തുമ്പോൾ, അതായത് യൂടെക്റ്റിക് പോയിന്റിലെത്തുമ്പോൾ ഇത് മാറും. ഓക്കെ. അപ്പോൾ ഈ പോർഷനിലേക്ക് എത്തുമ്പോൾ നമ്മളിവിടെ ബി ഇങ്ങനെ ഈ കർവ് ഇങ്ങോട്ട് അല്ലെങ്കിൽ ഈ ആക്സിസ് ഇങ്ങോട്ട് പോകുന്തോറും നമ്മൾ എന്ത് ചെയ്യാണ്? ബി കമ്പൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഫ്രീസിങ് പോയിന്റ് കുറയുന്നത്. നെക്സ്റ്റ് സി എന്ന് പറയുന്ന യൂടെക്റ്റിക് പോയിന്റിലെത്തുമ്പോൾ എന്ത് ചെയ്യും? ഈ എയും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ബി കമ്പൗണ്ടും കൂടി സോളിഡ് എ ബി ആയിട്ട് മാറും അല്ലേ? അവിടെ അപ്പം മെൽറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം അവിടെയും എന്താണ്? ലിക്വിഡ് കമ്പൗണ്ട് ഉണ്ടാവും. ഇതിനി വീണ്ടും ഇൻക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്ത് വീണ്ടും അടുത്തൊരു യൂടെക്റ്റിക് പോയിന്റ് ഇയിലെത്തും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് കംപ്ലീറ്റ്ലി അല്ലേ ബി ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം വീണ്ടും എന്ത് ചെയ്യും? ഫ്രീസിങ് പോയിന്റ് ഇൻക്രീസ് ചെയ്തിട്ട് ബിയുടെ മാത്രം ഫ്രീസിങ് പോയിന്റിൽ എത്തുമ്പോൾ ഈ ഗ്രാഫ് നിൽക്കും. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? എ എന്നുള്ള കമ്പോണൻ്റ് എല്ലാം തീർന്ന് അല്ലേ എ എന്തായി? എ ബി ആയിട്ട് മാറി. ലാസ്റ്റ് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? സോളിഡ് ബി മാത്രമേ ഉണ്ടാവുകയുള്ളൂ
കാരണം നമ്മൾ ബി അല്ലേ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫൈനൽ പോയിന്റിലെത്തുമ്പോൾ എന്ത് സംഭവിക്കും? 100% ബി മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, എ ഉണ്ടാവില്ല. കാരണം എന്ത് ചെയ്യും? യൂട്ടക്റ്റിക് പോയിന്റിലെത്തുമ്പോൾ ഇത് കുറേശ്ശെ റിമൂവ് ചെയ്യാൻ തുടങ്ങില്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? ഈ രണ്ട് ഫേസുകളിൽ ഈ കർവിൻ്റെ അടിയിൽ വരുന്നത്, അതായത് സോളിഡ് എയും ലിക്വിഡ്, അതേപോലെ തന്നെ സോളിഡ് എ ബി ലിക്വിഡ്, സോളിഡ് ബി ലിക്വിഡ്. ഓക്കെ, അപ്പോൾ അതായത് ഈ പോർഷനിലെത്തുമ്പം ലിക്വിഡ്, ഇവിടെ സോളിഡും ലിക്വിഡും കൂടെയാണ് അല്ലേ. ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? കംപ്ലീറ്റ് ബി സോളിഡ് കമ്പോണൻറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പം ബിലോ ദ കർവിലെ പോർഷൻസ് എന്തൊക്കെയാണ് കാണിക്കുന്നത്? അതായത് ഒരു സോളിഡ് ഫേസും ഒരു ലിക്വിഡ് ഫേസും തമ്മിലുള്ള മോണോവേരിയൻറ്റ് സിസ്റ്റത്തിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, അത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഫേസ് റൂൾ അപ്ലൈ ചെയ്ത് തന്നെ F = C - P + 1 ആണ്. അതായത് 2 - 2 + 1 = 1 അല്ലേ. അപ്പോൾ സിസ്റ്റം എന്താണ്? മോണോവേരിയൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കാനുള്ളത്, അതായത് നമ്മുടെ മാക്സിമം പോയിൻ്റ് ഒരു ഡി എന്ന് പറയുന്നൊരു പോയിൻ്റ് നമുക്ക് കാണാം അല്ലേ. അതായത് CDE കർവിൽ ഒരു മാക്സിമം പോയിൻ്റ് ഡി എന്ന് പറയുന്ന പോയിൻ്റ് നമുക്ക് കാണാം. ഓക്കെ, ഇതെന്താ ശരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്? അതായത് കംപ്ലീറ്റ് ആയിട്ട് ഈ പോയിന്റിലെത്തുമ്പം കംപ്ലീറ്റ് ആയിട്ട് സോളിഡ് AB എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടും അതേപോലെ തന്നെ അതിൻ്റെ ലിക്വിഡ് ഫേസും ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്നത് അല്ലേ. അതായത് അതിൻ്റെ നമ്മൾ പറഞ്ഞില്ലേ കൺകറൻറ്റ് മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു സോളിഡ് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്യുമ്പോൾ അത് ലിക്വിഡായിട്ട് മാറുന്ന സമയത്ത് അതിന് സെയിം കോമ്പോസിഷൻ ഉണ്ടാകുമ്പോൾ എന്താ നമ്മൾ പറയുക? അതിന് കൺകറൻറ്റ് മെൽറ്റിംഗ് പോയിൻ്റ്. അപ്പോൾ ഈ കൺകറൻറ്റ് മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് എവിടെയാണ്? പോയിൻ്റ് ഡിയിലാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? അറ്റ് ഡി ദ 2 component system has virtually become 1 component system അല്ലേ. അതൊരു 1 component സിസ്റ്റമായിട്ട് മാറുകയാണ്. എങ്ങനെയാണ്? അത് കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു കോമ്പൗണ്ട് ഫോം ചെയ്യുകയാണ് അല്ലേ. സോളിഡ് AB എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഫോം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പോയിൻ്റ് ഡീനെ നമുക്ക് എന്ത് പറയാം? നമുക്കതിനെ ഒരു ഇൻവേരിയൻറ്റ് പോയിൻ്റ് എന്ന് പറയാം അല്ലേ. ഇൻവേരിയൻറ്റ് പോയിൻ്റ് എന്ന് നമുക്ക് പറയാൻ കാരണം എന്താണ്? നമുക്ക് ഫേസ് റൂൾ അപ്ലൈ ചെയ്ത് നോക്കാം. അതായത് F = C - P + 1 ആണ് അല്ലേ. ഇത് നമ്മൾ പോയിൻ്റ് ഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം അവിടെ C എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. കാരണം അല്ലേ നമ്മൾ പറഞ്ഞു, അതായത് ഒരു ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തൊരു സിംഗിൾ കമ്പോണൻ്റ് ആവുകയാണ് അല്ലേ. A എന്ന് പറയുന്നതും B എന്ന് പറയുന്ന 2 കമ്പോണൻസ് കമ്പൈൻ ചെയ്ത് സോളിഡ് AB എന്ന് പറയുന്നൊരു പുതിയ ന്യൂ കമ്പോണൻറ്റ്, അതിപ്പോൾ ഇവിടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ അതൊരു 1 കമ്പോണൻ്റായി മാറിയില്ലേ. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് സീനെ 1 എന്നായിട്ട് എടുക്കുന്നത്. ഫേസ് 2 തന്നെ അല്ലേ. സോളിഡ് AB ഉണ്ട്, ലിക്വിഡ് ഉണ്ട്. അപ്പോൾ ഫേസ് AB 2 + 1 = എത്രയാണ്? 0 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അതായത് പോയിൻ്റ് ഡി എന്ന് പറയുന്നത്, ഓക്കെ, സോ ഡി എന്ന് പറയുന്നത് നമുക്കൊരു ഇൻവേരിയൻറ്റ് പോയിൻ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ യൂടെക്റ്റിക് പോയിൻറ്റ്സ് ആയിട്ടുള്ള സിയും ഇയും ആണ്. ഓക്കെ, ഇപ്പോൾ സിയും ഇയും എന്ന് പറയുന്നത് എന്താണ്? 2 ഈ സിസ്റ്റത്തിൻ്റെ 2 യൂടെക്റ്റിക് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ യൂടെക്റ്റിക് പോയിൻറ്റ്സിൽ എന്തായിരിക്കും? 3 ഫേസുകൾ ഇക്വിലിബ്രിയത്തിൽ വരുന്ന പോയിൻറ്റുകളാണ് യൂടെക്റ്റിക് പോയിൻ്റ് അല്ലേ. അപ്പോൾ ഇവിടെ ഏതൊക്കെയായിരിക്കും? ഒന്ന് സോളിഡ് എ, പിന്നെ ഒന്ന് സോളിഡ് AB അല്ലേ, സോളിഡ് AB, പിന്നെ ഒന്ന് ലിക്വിഡ്. ഓക്കെ ആണല്ലോ അല്ലേ. അപ്പോൾ ഈ പോയിന്റിൽ ഏതൊക്കെയാണ് വരുന്നത്? സോളിഡ് A വരുന്നുണ്ട്, സോളിഡ് AB വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ലിക്വിഡും വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഈൻ്റെ കേസിൽ എന്തൊക്കെയാണ് വരുന്നത്? സോളിഡ് B വരുന്നുണ്ട്, സോളിഡ് AB വരുന്നുണ്ട്, ലിക്വിഡും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ഫേസ് ഇക്വിലിബ്രിയത്തിൽ വരുന്ന യൂടെക്റ്റിക് പോയിൻ്റ് ആണ് ഇ എന്ന് പറയുന്ന യൂടെക്റ്റിക് പോയിൻ്റ്. അപ്പോൾ ഇവിടെയും എന്താണ്? സിസ്റ്റം ഈ പോയിൻ്റ്, അതായത് യൂടെക്റ്റിക് പോയിൻറ്റ്സിലും സിസ്റ്റം ഇൻവേരിയൻ്റ് ആണ്. ഓക്കെ, അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ഫേസ് റൂൾ വെച്ച് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ F = C - P + 1 ആണ്. = C എന്ന് പറയുന്നത് 1 ആണ്, 2 ആണ്. നമ്മൾ 2 component സിസ്റ്റമാണ് എടുക്കുന്നത്, 2 ആണ്. മൈനസ് ഫേസ് എത്രയാണ്? 3 ആണ് അല്ലേ. യൂടെക്റ്റിക് പോയിന്റിൽ 3 ഫേസുകളാണ് ഇക്വിലിബ്രിയത്തിലിരിക്കുന്നത്. അപ്പോൾ 3 + 1 ആണ്. അപ്പോൾ അവിടെ എന്താണ് ആൻസർ? 0 ആണ് അല്ലേ. അപ്പോൾ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? യൂടെക്റ്റിക് പോയിന്റിലും സിസ്റ്റം എന്ന് പറയുന്നത് ഇൻവേരിയൻ്റ് ആണ്. ഇനി നമ്മൾ ഈ സിസ്റ്റത്തിൽ ഒരു കൂളിംഗ് പ്രോസസ്സ് നടത്തി കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ ഇതിൻ്റെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന്, ഓക്കെ, അപ്പം ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റിൽ എന്തായിരിക്കും? അത് ലിക്വിഡ് ഫേസിലായിരിക്കും ഇരിക്കുക അല്ലേ. അപ്പം ലിക്വിഡ് ഫേസിലിരിക്കുന്ന ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ലിക്വിഡിനെ കൂൾ ചെയ്യാണ്. എ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് അതിനെ കൂൾ ചെയ്യാണ്. അവിടുന്ന് വീണ്ടും എന്ത് ചെയ്യാണ്? ടെമ്പറേച്ചർ എന്ത് ചെയ്യും? AB എന്ന് പറയുന്നത് ഇതിന് വീണ്ടും കൂൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ AB എന്ന് പറയുന്ന പോർഷനിലേക്ക്, അതായത് നമ്മുടെ CD കർവിലെ B എന്ന് പറയുന്ന പോയിന്റിൽ ഇത് വന്ന് വീഴാണ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ഈ പോർഷനിൽ ആരാളുള്ളത്? സോളിഡ് AB ആണുള്ളത് അല്ലേ. അപ്പോൾ B എന്ന് പറയുന്ന കർവിൽ ഫോൾ ചെയ്ത് കഴിയുമ്പോൾ, അതായത് ടെമ്പറേച്ചർ വന്ന് ഫോൾ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും?
നമ്മുടെ സോളിഡ് എ ബി എന്ത് ചെയ്യാം, ഈ സിസ്റ്റത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുകയും സിസ്റ്റം എന്തായി മാറും, മോണോ വേരിയൻ്റ് ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഫർദർ ഇതിന് പിന്നെയും കൂൾ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അതായത് ഏത് പോർഷനിലൂടെ ആയിരിക്കും ഇത് നീങ്ങുക, ഈ കർവിലൂടെ ആയിരിക്കും അല്ലേ, അലോങ് ബി സി ആയിരിക്കും ഇത് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും, ഇത് സി എന്ന് പറയുന്ന യൂടെക്റ്റിക് പോയിന്റിലേക്കാണ് എത്തുന്നത് അല്ലേ. സി എന്ന് പറയുന്ന യൂടെക്റ്റിക് പോയിന്റ് എവിടേക്കാണ് പോകുന്നത്, അതായത് ഇത് എഫ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ടെമ്പറേച്ചർ ഗ്രാഫിലെ ഒരു പോയിൻ്റാണ് എഫ് എന്ന് പറയുന്നത്. അപ്പം എഫ് എന്ന് പറയുന്നത് എന്താണ്, അതായത് യൂടെക്റ്റിക് പോയിന്റിന് നേരെയുള്ള ടെമ്പറേച്ചറിനാണ് നമ്മൾ യൂടെക്റ്റിക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത് അല്ലേ. ആ ടെമ്പറേച്ചറാണ് ഇവിടെ എഫ് അല്ലേ, ടെമ്പറേച്ചർ ഗ്രാഫിലെ ഒരു പോയിൻ്റാണ്, യൂടെക്റ്റിക് പോയിന്റിന് നേരെയുള്ള ടെമ്പറേച്ചറാണ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എഫ് എന്നുള്ള യൂടെക്റ്റിക് ടെമ്പറേച്ചറിലേക്ക് ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, അടുത്ത ഏതായിരിക്കും സെപ്പറേറ്റ് ഔട്ട് ചെയ്യാൻ തുടങ്ങുന്നത്, സോളിഡ് എ ആയിരിക്കും. എന്ത് ചെയ്യും, സോളിഡ് എ ബീൻ്റെ കൂടെ സോളിഡ് എയും കൂടി സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സിസ്റ്റം എന്തായിട്ട് മാറും, ആദ്യം ബൈ വേരിയൻറ്റിൽ നിന്ന് മോണോ വേരിയൻ്റ് ആയി, നെക്സ്റ്റ് മോണോ വേരിയൻറ്റിൽ നിന്ന് എന്തായി മാറും, ഇൻ വേരിയൻ്റ് ആയിട്ട് മാറും. സോ ഈ സമയത്ത് ടെമ്പറേച്ചറും കോമ്പോസിഷനും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് തന്നെ ആയിരിക്കും. അതായത് ഹോൾ ലിക്വിഡ് സോളിഡിഫൈ ചെയ്യുന്നത് വരെ ഈ ടെമ്പറേച്ചറും കോമ്പോസിഷനും കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, സിസ്റ്റം ഒന്നുകൂടി മോണോ വേരിയൻ്റ് ആകും അല്ലേ. അങ്ങനെ നമ്മൾ കൂളിംഗ് ഇനിയും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക്, അതായത് ഈ ഗ്രാഫിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇത് പോകാൻ തുടങ്ങും. ഇവിടെ എന്താണ്, രണ്ട് സോളിഡ് ഫേസ് മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന ഏരിയയിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ കൂളിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, അതായത് ഏതൊരു ലിക്വിഡ് മിക്സ്ചറിൻ്റെയും, ഈ സിസ്റ്റത്തിലെ ഏതൊരു ലിക്വിഡ് മിക്സ്ചറിൻ്റെയും കൂളിംഗ് ബിഹേവിയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ നമുക്ക് ഈ ഫേസ് ഡയഗ്രത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും.